അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ഗിഫ്റ്റുമായിട്ടാണ് നിങ്ങൾക്ക്. 3 വർഷത്തോളമായിട്ടുള്ള എൻ്റെ ഒരു സലാത്തിന്റെ ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അതില് താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ആഡാവാം. ഞാന് ലൈവിൽ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പൊ പലരും അതില് അവരെ ആഡാക്കാൻ പറഞ്ഞിരുന്നു. അവരൊക്കെ നമ്പർ ചിലരുടെയൊക്കെ എൻ്റെ അടുത്ത് കൈവിട്ട് പോയിട്ടുണ്ട്. മറ്റു ചിലരത് എൻ്റെ അടുത്ത് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയമായിട്ട് വന്നത്. ഇതൊരു ഒരു ക്ഷണമായിട്ട് കരുതുക. മാത്രല്ല ഈ റമദാൻ മാസാണ്. അപ്പം ആ ഒരു റമദാൻ മാസത്തിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടും കൂടെ നിങ്ങൾ കാണുക. കുറച്ച് പേര് അംഗങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അതിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരും ഉണ്ട്, ഗ്രൂപ്പിൽ ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ അവരൊക്കെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരം. സ്വലാത്തിന്റെ ആ ഗ്രൂപ്പിന്റെ ഉദ്ദേശം വേറൊന്നുമല്ല, പൈസ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഹജ്ജ് ഉംറ എന്ന ഒരു നിയ്യത്ത് വെച്ച് ഞാൻ ഗ്രൂപ്പ് തുടങ്ങിയതാണ്. അതായത് 1,00,000 സ്വലാത്ത് നമ്മൾ ഹദിയ ചെയ്യാൻ മുത്തുനബിക്ക് വേണ്ടിയിട്ട്, ഏത് സ്ഥലത്തായാലും വേണ്ടില്ല, എങ്ങനത്തെ സ്ഥലത്തായാലും വേണ്ടില്ല, ഏത് നേരായാലും വേണ്ടില്ല, എത്ര ആയാലും വേണ്ടില്ല, ഒരു ദിവസം ചൊല്ലിയിടുക എന്നുള്ളതാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴുള്ള ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും മിക്കവാറും 1,00,000 2,00,000 ഒക്കെ ചൊല്ലി നിൽക്കുന്നവരാണ്. എല്ലാവരും വരട്ടെ. സ്വലാത്ത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നേടാനേ അല്ലേ ഉള്ളൂ. അപ്പോ സ്വലാത്ത് നാളെ നമുക്ക് മാഷറയിൽ സാക്ഷിയായി നിൽക്കുന്നതല്ലേ. അപ്പോ അതുകൊണ്ട് തന്നെ ഈ സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹമുള്ളവരും ഈ ഗ്രൂപ്പിൽ ചേരാൻ ആഗ്രഹമുള്ളവരും അതുപോലെ ഇനി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഗ്രൂപ്പിന്റെ അതിൽ സ്ത്രീകൾക്ക് മാത്രമാണ് കേട്ടോ അത്. ഞാൻ ആ പേരും പറഞ്ഞ് ജെൻസ് കയറിയിട്ട് വേറെ വിഷയം ഒന്നും ഉണ്ടാക്കരുത് പ്ലീസ്, ദയവ് ചെയ്തിട്ട്. അതിൽ ഫോട്ടോസോ അല്ല വേറെ എന്തെങ്കിലും സംസാരങ്ങളോ വേറെ എന്തെങ്കിലും മെസ്സേജോ ഒന്നും പാസ് ചെയ്യുന്നല്ല. അത് അഡ്മിനൊള്ളിയായിട്ട് വെച്ചതാണ്. അപ്പൊ അതിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സ്ഥലത്തുകൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുക, ചെല്ലുക, അതിൽ ഇത്ര എണ്ണം പറഞ്ഞിട്ട് ഇടുക, അത്രേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും സ്വലാത്ത് ചെല്ലുന്ന ആൾക്കാരാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം ആ എണ്ണം ഉണ്ടാവും. പല ഗ്രൂപ്പിലും നിങ്ങൾ ചെല്ലുന്നതും ഉണ്ടാവും, പല ഉദ്ദേശങ്ങൾ വെച്ച് ചെല്ലുന്നതും ഉണ്ടാവും. എന്നാലും ഞാൻ പറയാണ്, എൻ്റെ ഈ ചെറിയ ഗ്രൂപ്പ് നിങ്ങളെയും കൂടെ പരിചയപ്പെടുത്തുകയാണ്. താല്പര്യമുള്ളവർക്ക് അതിൽ ആഡാവാം. അതുപോലെ നിർബന്ധിക്കുന്നില്ല ആരെയും. ഒരുപാട് ഫ്രണ്ട്സുകൾ എനിക്കുണ്ട്, ഒരുപാട് കമ്പനി ഉണ്ട്, ഒരുപാട് ഗ്രൂപ്പും ഉണ്ട്. പക്ഷെ അവരിൽ നിന്നൊന്നും ഞാൻ ആര് നിർബന്ധിച്ചതിൽ ആഡാക്കിയിട്ടില്ല ഇന്ന് വരെ. അപ്പം ഞാനിത് പറയുന്നത് അവർക്ക് താല്പര്യ മനസ്സാൽ അവർ വരികയാണെങ്കിൽ വളരെയധികം സന്തോഷം. എന്നാലേ ആ സ്വലാത്തിന് മാധുര്യമുള്ളൂ, അതിന് പ്രതിഫലമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ ഗ്രൂപ്പാണെങ്കിൽ പോലും ഇതിൽ ആഡായിട്ടുള്ള പലർക്കും അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് ദുനിയാവിൽ. നാളെ ആഖിറത്തിലും അത് കിട്ടും എന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയാണ്, ഈ സ്വലാത്ത് നിങ്ങൾ 1,00,000 വെച്ച് ചെല്ലുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ തടസ്സപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് തടസ്സങ്ങൾ മാറി അതിന്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കാനും ഒക്കെ ഈ സ്വലാത്ത് ഗ്രൂപ്പിൽ പെട്ടവർക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്നോടും കൂടെ പറഞ്ഞിട്ടുള്ളത്, അതായത് എനിക്കും കൂടെ അനുഭവപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിന്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് തരുന്നതും ഈ മഹത്വം ഞാൻ പറയുന്നതും കേട്ടോ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഇതിൽ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട്, അതിൽ നിങ്ങൾ ആഡ് ആവുക. അതുപോലെ തന്നെ ഇതിൽ ലിങ്ക് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ലിങ്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാനിത് ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഇത് സലാത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അങ്ങനെ ലിങ്കിൽ വഴി കയറിയിട്ട് ഗ്രൂപ്പിൽ ആഡാവാം. വേറെ ഒരു ഉദ്ദേശം വെച്ചിട്ട് വരുന്നവർക്കും അതിലൊരു സ്ഥാനമില്ല. ഇന്ന് വരെ 3 വർഷമായിട്ട് ഒരു പ്രശ്നമില്ലാത്തൊരു ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ഭക്തിയോടും പവിത്രതയോടും ആ ഗ്രൂപ്പ് കൊണ്ട് നടക്കേണ്ടത് എന്റെയും കൂടെ കടമാണ്, നിങ്ങളുടെയും. അപ്പൊ നിങ്ങൾ എന്റെ ഗ്രൂപ്പാണെന്ന് നിങ്ങൾ വിചാരിക്കണം. നിങ്ങളെ ഗ്രൂപ്പാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഉള്ള സമയങ്ങളിൽ 100, 200, 300 അങ്ങനെ എത്ര വേണമെങ്കിലും സ്വലാത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. ഇന്ന ദിവസം കൊണ്ട് ഇന്നത് കഴിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത്രയും സ്വലാത്ത് ഇന്ന ദിവസം കൊണ്ട് തീർക്കാമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഹജ്ജ് ഉംറ നിയ്യത്ത് ചെയ്ത് ഹദിയ ചെയ്തിട്ടുള്ള സ്വലാത്താണ്. അപ്പം എത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ ഗ്രൂപ്പിൽ ആഡാവാം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ചെല്ലുന്ന ഈ സ്വലാത്ത് അള്ളാഹു സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് സ്വലിഹാമല സ്വീകരിക്കുമാറാട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അതിന് പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ.